ട്രംപിനെ കൊല്ലാൻ നോക്കിയ രണ്ടാമൻ, അയാളുടെ കാര്യങ്ങൾ വലിയ സംശയാസ്പദമാണ്. കാരണം എന്തോ ഒരു ഉക്രൈൻ ബന്ധമൊക്കെ അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അവിടെ പോയി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഉള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. എന്താ ഇതിൻ്റെ വിശദാംശം? റഷ്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അയാളുടെ പ്രായം, അയാളുടെ ആരോഗ്യാവസ്ഥ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അയാളെ കൊണ്ട് പട്ടാളത്തിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അവിടെ അടിച്ചു കൊടുക്കും അല്ലേ? ആ രണ്ട് കാരണങ്ങളും പറഞ്ഞിട്ട് പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല, പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനോടുള്ള ഈ സ്നേഹവാത്സല്യങ്ങൾ കാരണം ഈ ഹവായിൽ നിന്ന് കീവിലേക്ക്, ഉക്രൈൻ്റെ തലസ്ഥാനത്തേക്ക് അയാൾ പോയി. അവിടെ പോയിട്ട് ഇയാൾക്ക് 58 വയസ്സ്, റയാൻ വെസ്ലി റൂത്ത്. അയാൾ അവിടെ പോയിട്ട് അസൗ ബറ്റാലിയനിൽ ചേർന്നു. അസൗ ബറ്റാലിയൻ ഉക്രൈനിൽ അവിടെ പോയിട്ട് അവിടെ പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിലല്ല, അസൗ ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ 2022 അതൊരു നിയോ നാസി ഗ്രൂപ്പ്. അവരൊരു പ്രചാരണങ്ങൾ നടത്തുകയാണ്. ഈ പ്ലക്കാർഡ്, ബാനറുകൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പ്രക്ഷോഭ ജാഥകൾ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ റഷ്യ ഉക്രൈനെ ആക്രമിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അവിടെ വല്ലാതെ വളർന്നു വരുന്ന നിയോ നാസിസം കൊണ്ടുകൂടിയായിരുന്നു. അത് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഈ അസൗ ബറ്റാലിയൻ എന്ന് പറയുന്നത് ഒരു നിയോ നാസി സംഘമാണ്. അതായിരുന്നു എൻ്റെ അടുത്ത ഹിറ്റ്ലറുടെ നാസി ഗ്രൂപ്പിന്റെ പുതിയ വർഷം. ഹിറ്റ്ലർ ആശയം എന്തായിരുന്നു അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. ജർമ്മനിയിൽ ഈ ഗ്രൂപ്പ് ഉണ്ട്, പണ്ടേ ഉള്ളതാണത്. അപ്പോൾ 2022 ഈ നിയോ നാസി ഗ്രൂപ്പിൻ്റെ, അസൗ ഗ്രൂപ്പിൻ്റെ പ്രചാരണ വീഡിയോയിൽ 1 മിനിറ്റ് 40 സെക്കൻഡ് ആ വീഡിയോ അവൈലബിൾ ആണ്. ആ വീഡിയോയിൽ ഇയാളുണ്ട്, പ്രചാരണ വീഡിയോയിൽ. അത് കഴിഞ്ഞ് ഉക്രൈൻ തീവ്ര വലതുപക്ഷ സംഘമാണ്. അവരെ ഉക്രൈൻ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലായിരുന്നു. എങ്കിലും പിന്നീട് യുക്രൈൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമൊക്കെ വന്നല്ലോ, ആളുകളെയൊക്കെ വേണമല്ലോ. ഇവരെ ആ അംഗങ്ങളെ മുഴുവൻ നാഷണൽ ഗാർഡ് പട്ടാളത്തിലെടുത്തു. ഈ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ എടുത്തു. ഇയാളെ എടുത്തില്ല, ആരോഗ്യസ്ഥിതി. അപ്പോൾ അയാൾ തിരിച്ച് അമേരിക്കയിലേക്ക് വന്നു. 2014 യുക്രൈൻ സംഘർഷകാലത്ത് ഇയാൾ യുക്രൈനിൽ പോയിരുന്നു. 10 കൊല്ലം മുമ്പും അയാൾ യുക്രൈൻ പക്ഷപാതിയാണ്, റഷ്യൻ വിരുദ്ധനാണ്. എന്തോ കാരണവശാൽ എപ്പോഴും യുക്രൈനൊപ്പം നിന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ന്യൂസ് വീക്ക് റൊമാനിയയ്ക്ക് ഇയാൾ ഒരു കാലത്ത് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. എനിക്ക് പിടികിട്ടാത്തത് അഭിമുഖം കൊടുക്കാൻ മാത്രമുള്ള ഇയാളുടെ സ്റ്റേച്ചർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ അഭിമുഖം ഒരു പ്രസിദ്ധമായ ഒരു മാഗസിൻ പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ. ഇവരുടെ വക്താവ് ആ നിയോ നാസി ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പരാമർശം കണ്ടില്ല. പക്ഷേ ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അയാൾ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് പട്ടാള അനുഭവം ഇല്ല, അതുപോലത്തെ ആദർശങ്ങളില്ല, അതുകൊണ്ട് എനിക്ക് കീവിൽ പോയി പോരാടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ യുക്രൈൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവിടെ പോയി എന്ന് അയാൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നന്മ തിന്മകളുടെ പോരാട്ടമാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. ഇയാളെ തീരെ ഇഷ്ടമല്ല മറ്റേ ട്രംപിനെ. പുടിനെ ഇഷ്ടമല്ലായിരിക്കും. അതെ, ട്രംപിനെ തീരെ ഇഷ്ടമല്ല. നോർത്ത് കരോലിനയിലാണ് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഹവായ് വിലാസമാണ്. ഇയാൾക്ക് ഹോണോലുലുവിൽ ക്യാമ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്ഥാപനമുണ്ട്. ചെറിയ ഷെഡുകളൊക്കെ പണിത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. ഈ കൂടാരങ്ങൾ പോലെയൊക്കെയുള്ള ഷെഡുകളൊക്കെ പണിയുന്നത്. അക്രമത്തിൻ്റെ ഒരു പാരമ്പര്യം ഇയാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോസ് ആഞ്ചലസ് ടൈംസിലൊക്കെ റിപ്പോർട്ടിൽ കാണുന്നത് 2022 ഇയാളെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനില്ലേ, WMD, ജൈവരാസായുധങ്ങളൊക്കെ ആയിട്ട് അതുമായിട്ട് അയാളെ പിടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ WMD എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്നത് സാധാരണ അക്രമിയല്ലല്ലോ അയാൾ. ചില രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് വലിയ ഒരു
സംഘം ഇയാളുടെ പിന്നിലുണ്ട്. ഉണ്ട്. അയാൾക്ക് രാസായുധങ്ങൾ, ജൈവായുധങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ്? എവിടുന്ന് കിട്ടുന്നു അയാൾക്ക്? അപ്പോൾ അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. 2014 ഉക്രൈനിൽ അയാൾ പോയിട്ടുണ്ട്. അതൊക്കെ മറ്റേ സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ ശേഷമുള്ള യുക്രൈനാണല്ലോ അത്. 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി കഴിഞ്ഞില്ലേ. തുടർന്നുള്ള യുക്രൈനിൽ അയാൾ പോകുന്നുമുണ്ട്. അയാൾ വലിയ ബിസിനസ്സുകാരനോ ഒന്നുമല്ല. ഇയാളൊരു എക്സിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഈ ആക്രമണത്തിനൊക്കെ മുമ്പ് 2016 എൻ്റെ ചോയ്സായിരുന്നു നിങ്ങൾ, ട്രംപിനോട് പറയുക. അന്ന് നിങ്ങൾ എൻ്റെ ചോയ്സായിരുന്നു. പക്ഷെ ഞാൻ ഡിസപ്പോയിൻറ്റഡായി, നിരാശനായി. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇല്ലാതായാൽ എനിക്ക് സന്തോഷമാണ് എന്ന് ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ ആദ്യത്തെ പദശ്രമം ഉണ്ടല്ലോ ട്രംപിനെതിരെ ജൂലൈ 13, അത് കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുതിയിരുന്നു മറ്റേ ബൈഡനും കമല ഹാരിസും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരാളുണ്ടല്ലോ അവിടെ, സാധാരണക്കാരൻ സദസ്സിലുണ്ടായിരുന്ന ആ കൊല്ലപ്പെട്ട ആളുടെ വിലാപയാത്രയ്ക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം എന്ന് പറഞ്ഞൊരു ഉപദേശവും കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റ് ആണ് അയാൾ. പ്രൈമറിയിൽ ഡെമോക്രാറ്റ് കക്ഷിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഡെമോക്രാറ്റ് ആണോ റിപ്പബ്ലിക്കൻ ആണോ എന്നൊരു തർക്കം ഉണ്ടെന്ന് ഒരു വാർത്ത ഇന്നലെ കണ്ടിരുന്നു. അയാൾ കക്ഷിയിലൊന്നും കൃത്യമായിട്ട് അംഗം ആയിട്ടില്ല. പക്ഷേ ഇയാൾ പ്രൈമറിയിൽ ഡെമോക്രാറ്റ്സിന് വോട്ട് ചെയ്തിരുന്നു. അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടതാണ്, ആ റിപ്പോർട്ടുകളിൽ അത് കാണുന്നുണ്ട്. പക്ഷേ യുക്രൈൻ ബന്ധം, അതായത് എൻ്റെ ഓർമ്മയിൽ വന്നത് കഴിഞ്ഞ ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് റഷ്യ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് അവിടെ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ട്രംപിന് എന്തോ ഒരു റഷ്യൻ ബന്ധം കിടക്കുന്നു എന്നുള്ള ആരോപണമാണല്ലോ അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയാൽ നവംബറിൽ ആരാണ് പ്രസിഡന്റ് എന്ന് അറിയും. അത് കഴിഞ്ഞിട്ടാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രംപ് ആ സമയത്ത് റഷ്യയുടെ കൂടെ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞൊരു സംശയം. ഓ, അത് ശരി. ട്രംപ് വന്നാൽ ട്രംപ് റഷ്യയുടെ കൂടെ നിൽക്കും ഉക്രൈനെതിരെ. അതാണ് ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നത് ഉക്രൈൻ അനുകൂലമായിട്ടാണ്. അത് ബൈഡൻ ഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെമോക്രാറ്റ്സ്. ആ മാറ്റം വരുമല്ലോ, നയമാറ്റം വരും. അതുകൊണ്ട് ട്രംപിനെ അങ്ങ് തീർത്തേക്കാം. പക്ഷെ ഇയാളൊരു ഭീരുവാണെന്ന് തോന്നുന്നു. ഇയാൾ അവിടെ തോക്കുമായിട്ട് 12 മണിക്കൂർ ഒളിച്ചിരുന്നു. എന്നിട്ട് ഈ തോക്കിൻ്റെ മുന കണ്ടപ്പോൾ ഈ AK-47 അതിൻ്റെ ബാരലിൻ്റെ തുമ്പ് പൊന്തി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് FBI വെടിവെച്ചപ്പോൾ ഇയാൾ തോക്കൊക്കെ ഇട്ടിട്ട് ഓടി. അങ്ങനെയാണെന്നാണ് കേൾക്കുന്നത്. എന്നിട്ട് കാർ ഓടിച്ചു. അപ്പോൾ അപ്പോഴേക്കും ഒരാൾ ചിത്രം എടുത്തിരുന്നു. സ്വാഭാവികമല്ലേ, ആ ചിത്രം എല്ലായിടത്തേക്കും കൊടുത്തു, അയാളെ പിടിച്ചു. ഏതായാലും ട്രംപിന് ഇനിയും നവംബർ വരെ ഇനിയും അസാസിനേഷൻ അറ്റംപ്റ്റ്സ് നടന്നേക്കാം അല്ലേ? ഇത് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചതിൻ്റെ അകത്ത് ഇയാൾക്ക് WMD എന്നൊക്കെ കിട്ടും കാണുമ്പോൾ ഇയാളൊരു വാടക കൊലയാളിയൊക്കെ ആകാനുള്ള എല്ലാ സംഗതികളും, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ട് ചാവേറായിട്ട് വിട്ടു. ഉക്രൈൻ്റെ കൂടെയാണല്ലോ മിനിമം 10 കൊല്ലമായിട്ട്. അവിടെ പോയി ഭ്രാന്തനെ പോലെയാണല്ലോ അതിലൊക്കെ പങ്കെടുത്തത്. ഉക്രൈൻ ഭ്രാന്തൻ. അപ്പോൾ ഉക്രൈൻ അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് മാത്രം ഇനി സ്ഥിരീകരിച്ചാൽ മതി. അതാണ് സ്ഥിരീകരണം വേണ്ടത്. അല്ല, സ്ഥിരീകരിച്ചാലും അത് പുറത്ത് വരില്ല. കാരണം സ്ഥിരീകരണം നടത്തുന്നത് മറ്റേ ബൈഡന്റെ സർക്കാരാണ്. അപ്പോൾ ബൈഡൻ അറിഞ്ഞിട്ട് ഇയാൾ ഇറങ്ങിയതാണോ എന്നുള്ള ചോദ്യം വരുമല്ലോ. അപ്പം അതുകൊണ്ട് അതൊന്നും പുറത്തു വരുന്നില്ല. ഏതായാലും ട്രംപിന്റെ സ്ഥിതി, തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുമെന്ന് ഇപ്പോഴും അവർ സംശയിക്കുന്നുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജയിക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ ജയിക്കാതിരിക്കാൻ വേണ്ടി വന്ന ആളെ തന്നെ തീർക്കാനാണ് പാലോയിൽ നടക്കുന്നത്. ഇപ്പോൾ രണ്ടായി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്ഥലമാണ് അത്, ഗോൾഫ് കോഴ്സ് എന്ന് പറയുന്നത്. അതെ. അവിടെ പോയിട്ടാണ് 12 മണിക്കൂർ ഒളിച്ചിട്ട് ഇത്രയും സാധിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ ലോകത്തുനിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമല്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പ്, ഇത്രയും ടെൻഷനുള്ള ഒരു അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും വന്നിട്ടില്ല അല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും ട്രംപ്, എനിക്ക് ട്രംപ് ജയിക്കണമെന്ന് ആഗ്രഹം കേട്ടോ. അതെ, ദേശീയവാദിയാണ് അദ്ദേഹം. ദേശീയവാദികൾ നിലനിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ജോർജ് സോറോസ്. ലോകമാകെയുള്ള നാഷണലിസമാണ് ഈ ലോകത്തിന് നാശമായിട്ട് നിൽക്കുന്നതെന്നുള്ള ആശയമാണ് അങ്ങേരുടേത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ട്രംപ് ജയിക്കട്ടെ. അതെ, ട്രംപിനെ അമേരിക്ക കാത്തുരക്ഷിക്കട്ടെ. അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.